ഹായ് ഹലോ വെൽക്കം ടു പ്രാന്തൻസ് വട്ടമേശ. ഈ ആഴ്ച റിലീസായിട്ടുള്ള 3 സിനിമകൾ പൊന്മാൻ, ഒരു ജാതി ജാതകം, ദേശക്കാരൻ. ഈ സിനിമകൾ കണ്ട് ഞങ്ങൾക്ക് തോന്നിയ അഭിപ്രായം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്നത്തെ വീഡിയോയായിട്ട് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. സോ ഞാൻ ജ്യോതിഷ, സ്വാതി. നമുക്ക് പൊന്മാനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഇവിടെ സിനിമ കണ്ടിട്ടിരിക്കുകയാണ്. സ്റ്റിൽ എന്താണ് സ്വാതിക്ക് പൊന്മാൻ കണ്ടിട്ട് തോന്നിയത്? പൊന്മാൻ ഒരു സാമൂഹിക പ്രസക്തിയുള്ള ഒരു സബ്ജക്റ്റായിട്ടാണ് ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നിയത്. സിനിമ ഭയങ്കരമായിട്ട് ബേസിൽ ഹെഡ് ഓഫ് ചെയ്യുന്ന പോലെ ഒരു ഫീൽ എനിക്ക് കിട്ടി. അത് കാണുന്ന എല്ലാവർക്കും കിട്ടിക്കാണും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു സ്ത്രീധനത്തിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കല്യാണത്തെ ചുറ്റിപ്പറ്റിയുള്ള സബ്ജക്റ്റാണ്. അത് സിനിമ കാണുന്നവർക്ക് റിലേറ്റബിൾ ആണ്. കൊല്ലം ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി ആയതുകൊണ്ട് കൊല്ലംകാർക്ക് മാത്രമല്ല, കേരളത്തെ ഏതൊരു മലയാളിക്കും കണ്ട റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ് തോന്നിയത്. GR ഇന്ദുഗോപൻ്റെ 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ള സ്റ്റോറി ആയതുകൊണ്ട് പുസ്തകം എല്ലാവരും വായിച്ചിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. ആ വായിച്ചവർക്കും റിലേറ്റ് അല്ലാത്തവർക്ക് ഈ സ്റ്റോറി അവരുടെ ഫാമിലിയിൽ നടന്നതായിട്ട് ഒരു ഫീൽ ഉണ്ടാവും. അങ്ങനെ തോന്നിയിട്ടില്ല? നിങ്ങൾ സിനിമ കണ്ടല്ലേ? ഞാൻ ബേസിക്കലി ഈ 4-5 ചെറുപ്പക്കാർ എന്നുള്ള നോവൽ വായിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഇത് സ്ക്രീനിൽ കാണുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു കഥാപാത്രങ്ങളും അത് അവർ കാസ്റ്റ് ചെയ്ത ആൾക്കാർ എങ്ങനെ, പ്രകടനം എങ്ങനെയായിരിക്കും, ആ ഒരു ടെറൈൻ എങ്ങനെയായിരിക്കും എന്നുള്ള ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അത് മീറ്റ് ചെയ്യുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അത് പറഞ്ഞു വന്നപ്പോ ഇതൊരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്. അത് മോന്തായ് എന്ന് പറയുന്ന കൊല്ലത്തുള്ള ഒരു സാംസ്കാരിക സംഘടന നടത്തി വരുന്ന കുറച്ച് പേരുടെ കഥ കൂടിയാണ്. ഇതിൽ അഭിനയിച്ചിട്ടുള്ള ശർമ്മജി, അതായത് മറ്റേ രാജേഷ് ശർമ്മ പുള്ളിയുടെ കൂടി സ്റ്റോറിയാണിത്. ദീപക് പർമളിന്റെ ക്യാരക്ടറാണ് ഇപ്പൊ മെയിൻലി ഈ കഥയായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്നത്. ബേസിലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പുള്ളിയാണല്ലോ. അപ്പോൾ റിയൽ ലൈഫായിട്ട് അത് ബന്ധപ്പെടുത്തി പറയുമ്പോൾ രാജേഷ് ശർമ്മ ഒഴിച്ചുവിടാൻ പറ്റുന്ന ഒരാളാണ്. എസ്പെഷ്യലി ബേസിൽ നമ്മൾ എല്ലാ ആഴ്ചയിലും ബേസിൽ ഓരോ പടം കഴിയുമ്പം പറയാറുണ്ട് ഇത് കഴിഞ്ഞ സിനിമയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരുന്നു. പൊന്മാനാണ് ശരിക്കും എനിക്ക് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള. പിന്നെ ആ ഒരു ബേസിലെ ഒരു ഇൻഡോർ ഒരു സീനുണ്ടല്ലോ, സെക്കൻഡ് ഹാഫിൽ വരുന്നൊരു സിംഗിൾ ഷോട്ട് വരുന്നൊരു സീനുണ്ട്. അതിലെനിക്കൊന്ന് ബേസിലായതുകൊണ്ടായിരിക്കാം മേ ബി അത് കറക്റ്റായിട്ട് ചെയ്തത്. ജസ്റ്റ് ആ ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചിലപ്പോൾ ഫോക്കസ് തന്നെ മാറിപ്പോവും. അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. മേ ബി ഒരു ഡയറക്ടർ മൈൻഡിലും കൂടെ കണ്ടതുകൊണ്ടായിരിക്കാം ആ ഒരു ക്യാരക്ടർ PP അജേഷ് എന്ന് പറയുന്നൊരു ക്യാരക്ടർ അവിടെ ബേസിലിനെ അല്ല ശരിക്കും കാണാൻ പറ്റിയത്. PP അജേഷിനെയാണ് ത്രൂ ഔട്ട് കാണാനായിട്ട് പറ്റി. ഇമോഷണൽ സീൻസ് ആണെങ്കിലും ഇടയ്ക്ക് വരുന്ന ചെറിയ കോമഡി ആണെങ്കിൽ പോലും ഒക്കെ ഒരു പെർഫോമൻസസ് എല്ലാവരും ബേസിലും ലിജോ മോളുടെ പെർഫോമൻസും അതുപോലെ തന്നെ ബ്രില്യൻ്റ് ആയിരുന്നു. സജിൻ ഗോപു അംബാനിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ചേഞ്ച് ആയിരുന്നു. അങ്ങനെ എനിക്ക് പെർഫോമൻസ് വൈസ് എനിക്ക് ഭയങ്കരമായിട്ട് നന്നായിട്ട് കൺവേ ചെയ്യാൻ പറ്റി. എന്താണോ കഥ അത് നന്നായിട്ട് കൺവേ ചെയ്യാനായിട്ട് പറ്റി. സജിൻ ഗോപുര കാസ്റ്റിംഗ് എടുത്തു പറയേണ്ട കാസ്റ്റിംഗ് ആണ്. അതിൽ ഈ നോവലിൽ പുള്ളി എടുത്തു പറയുന്ന ഈ മല പോലെ വരുന്ന മരിയാനോ എന്നാണ് പറയുന്നത്. അതുപോലെ മലേന്റെ ഒരു കരുത്തുള്ള ഒരാളാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതേ ഒരു രൂപവും ഞാനിത് വായിച്ച സമയത്ത് ഇങ്ങനെ ചെമ്പൻ വിനോദനെ മനസ്സിലാണ്ടാണ് അങ്ങനെ വിചാരിച്ചത്. പക്ഷെ അതിലേക്ക് മേലെയാണ് സജിൻ ഗോപു ചെയ്തു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ അതില് ഈ സബ്ജക്റ്റ് ആയിട്ട് റിലേറ്റബിൾ ആയിട്ട് പറയുവാണെങ്കിൽ സ്ത്രീധനം അല്ലെങ്കിൽ പൊന്ന് എന്ന് പറയുന്നത് അവിടെ പ്രസക്തമല്ലാതാക്കി അവസാനം കൊണ്ട് നിർത്തുന്ന ക്ലൈമാക്സ് കണ്ട അത് നമുക്ക് ഫീൽ ചെയ്യും. പൊന്നെല്ലാം ഊരി ലിജുമോൾ എൻ്റെ ക്യാരക്ടർ പൊന്നെല്ലാം ഊരി വെക്കുന്ന അവിടെ ഒരു ബേസിൽ പറയുന്ന ഡയലോഗ് ഉണ്ട്. നിന്നെ ഇപ്പം കാണാൻ ഭയങ്കര ഭംഗി എന്ന് പറയുന്ന ഒരു രീതിക്കുള്ള ഒരു ഡയലോഗ് ഉണ്ട്. അത് ടച്ച് ചെയ്യും നല്ലോണം അല്ലേ? അപ്പോൾ അവിടെ പൊന്നാണോ വലുത് എന്നൊരു ചോദ്യചിഹ്നം കൂടി പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട്. ഭയങ്കര ഫീലായിരുന്നു ആ ഒരു സീന്, ക്ലൈമാക്സ്. അതെ, ത്രൂ ഔട്ട് ആ ഒരു ഇമോഷൻ കൺവേ ചെയ്യാനായിട്ട് അത് ഡയറക്ടറിന്റെ വലിയൊരു സക്സസ് തന്നെയാണ്. ജ്യോതിഷ് ശങ്കർ എന്ന് പറഞ്ഞ സംവിധായകന്റെ ആദ്യത്തെ സിനിമ, കലാസംവിധായകനായിട്ട് വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളുടെ ഫസ്റ്റ് ഡയറക്ടോറിയൽ അറ്റംപ്റ്റ് അത് സക്സസ് ആയി എന്ന് തന്നെ വേണം പറയാനായിട്ട്. സോ അങ്ങനെ മസ്റ്റ് വാച്ച് ഒരു തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ് പൊന്മാൻ. ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയ സിനിമയ്ക്ക്
അതുപോലെ കഴിഞ്ഞ ദിവസം റിലീസായ സിനിമയാണ് ഒരു ജാതി ജാതകം. നമ്മുടെ എം മോഹനൻ ഇപ്പൊ കഥ പറയുമ്പോൾ അരവിന്ദന്റെ അതിഥികൾ ഈ സിനിമകളൊക്കെ ഡയറക്ട് ചെയ്ത എം മോഹനന്റെ പുതിയ റിലീസ്, ഈ വർഷത്തെ ഏറ്റവും പുതിയ റിലീസാണ്. അപ്പം ഇതിന്റെ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ജാതി ജാതകം, എന്തായാലും ഒരു ജാതകം ബേസ്ഡ് ആണ്, കല്യാണം ആണെന്നൊക്കെ നമുക്ക് ട്രെയിലറിൽ നിന്നൊക്കെ തന്നെ മനസ്സിലായത്. ചോദ്യം ജാതിയാണോ ജാതിയാണോ? അതെ, ഒരു ജാതി തന്നെ അപ്പൊ സിനിമ ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ പൊട്ടിച്ചിരിയായിരുന്നു. തിയേറ്ററിൽ നല്ല ആളുണ്ടായിരുന്നു, എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ നമുക്കും ആ ഒരു ഓളം കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ വിനീത് ശ്രീനിവാസന്റെ പെർഫോമൻസ് ആണ് എടുത്തു പറയേണ്ടത്. നമ്മൾ തണ്ണീർമത്തനിലെ ഒരു വേർഷൻ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ, അതിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ വേർഷൻ ആണ് ഈ സിനിമയിലുള്ളത്. ഒരു അതെ അതെ, ഒരു 40 ഏജ് അടുപ്പിച്ചുള്ള ഒരാളാ, പക്ഷെ കല്യാണം നടക്കുന്നില്ല, പക്ഷെ ജാതകം ശരിയാവട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ കുറെ ആളൊരു 8 വർഷത്തോളമായിട്ട് പെണ്ണ് കണ്ട് നടക്കുന്നുണ്ട്, അതിനിടയ്ക്ക് മാട്രിമോണി ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ വരുന്ന പല ഇഷ്യൂസ് കാരണം കല്യാണം മുടങ്ങുന്നു, കല്യാണം നടക്കാതെ ആവുന്നു. അതാണ് സിനിമയുടെ ഒരു ജേണി. അതാണ് മൊത്തത്തില് വിനീത് ശ്രീനിവാസന്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെ അല്ലെ, തുടക്കം മുതൽ ഒടുക്കം വരെയും, അങ്ങനെയാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. ഇപ്പോൾ എം മോഹനാണെങ്കിലും ഒരു കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് സിനിമ ചെയ്യുന്നത് പുള്ളിക്കാരൻ. പക്ഷെ ചെയ്യുന്ന സിനിമകളെല്ലാം എൻറ്റയർലി ഡിഫറെന്റും എന്താ പറയുക, ഓരോ ജോണറാണ് ചെയ്യുന്നത് പുള്ളി. പക്ഷെ ഇത് അതുക്കും അല്ലെങ്കിൽ ഇതുവരെ ചെയ്തതിന്റെ ഒരു ടൈപ്പ് അല്ല ഇത്. എന്റർടൈൻ ഫുൾ എന്റർടൈൻമെന്റ്, ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടി അത് എം മോഹനൻ സാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു ഫുൾ ഓൺ ഒരു കോമഡി ഫൺ എലമെന്റ് ഉള്ള സിനിമയാണ് എന്നുള്ളത്. അങ്ങനെ തന്നെയായിരുന്നു ത്രൂ ഔട്ട്. ചിരി തന്നെ ഈ വർഷം ഇറങ്ങിയതിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ചിരിപ്പിച്ച സിനിമ. അത് എനിക്കത് ആ കാസ്റ്റിംഗ് അങ്ങനെ നോക്കി വിനീത് ശ്രീനിവാസൻ അല്ലാതെ വേറൊരാൾ ഇത് ചെയ്താൽ ശരിയാകും എന്ന് തോന്നിപ്പോയിരുന്നു. ഭയങ്കര പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. വിനീത് ശ്രീനിവാസൻ മാത്രമല്ല ബാക്കി ആർട്ടിസ്റ്റുകളാണേലും എല്ലാം. കേരളത്തിലെ റെലവന്റ് ആയ ഒരു ഇഷ്യൂ ആണ് സംസാരിക്കുന്നത്. പെണ്ണ് കിട്ടാറില്ല, ഒരുവിധ യുവാക്കളൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണ്. ജിബിനെ നേരിടുന്നോണ്ട് ജിബിന് കുറച്ചുകൂടെ റിലേറ്റബിൾ ആണ്. റിലേറ്റബിൾ സ്റ്റോറീസ് ആണ്. അതെ, അല്ല എനിക്കത് പലർക്കും റിലേറ്റബിൾ ആണ്. ഇപ്പം പലരും സിംഗിൾ ലൈഫിൽ പോകുന്നു, അറേഞ്ച്ഡ് മാരേജ് മതി എന്ന് പറഞ്ഞ് നിൽക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അറേഞ്ച്ഡ് മാരേജിലോട്ട് എത്തുന്നു. അവിടുന്ന് പിന്നെ സ്ട്രഗിളാ, പെണ്ണ് കിട്ടണ്ടേ. പെണ്ണ് കിട്ടുക എന്നത് നോട്ട് ആൻ ഈസി ടാസ്ക്. അപ്പം അതിനുവേണ്ടിയുള്ള വിനീത് ശ്രീനിവാസൻ ഭയങ്കരമായിട്ട് ചില സാധനങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ആളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വീഴുന്നൊക്കെ ഒരു സാധനം ഉണ്ട്. അതൊരു സിംഗിൾ ഷോട്ടിൽ തന്നെ എടുത്തേക്കുന്നതാണ്. അതൊക്കെ പുള്ളി എനിക്ക് അറിയില്ല, അതായത് ഒറ്റ ടേക്കിൽ ചെയ്ത പോലെ തോന്നിയ വീഴ്ച ഒന്നും രണ്ടാമത് എടുക്കാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ ചിരിപ്പിക്കായിരുന്നു. അങ്ങനത്തെ ഓരോ മൈന്യൂട്ട് സാധനങ്ങളും നമ്മളെ ചിരിപ്പിച്ചോണ്ടേ ഇരിക്കായിരുന്നു. ഇപ്പോ പറയുവാണെങ്കിൽ ഒരു ജാതി ജാതകം വിവാഹത്തിന് മുന്നേ ഉള്ള പ്രശ്നങ്ങൾ പറയുമ്പോൾ പൊന്മാൻ പറയുന്നത് വിവാഹത്തിന് ശേഷമുള്ള പ്രശ്നങ്ങളാണ്. ഒന്ന് സ്ത്രീധനമാണെങ്കിൽ ഒന്ന് പെണ്ണ് കിട്ടാത്ത പ്രശ്നം. രണ്ടും പ്രശ്നങ്ങളാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട്. അത് ഒരുപാട് യുവാക്കൾക്ക് റിലേറ്റബിൾ ആണ്, യുവതികൾക്ക് റിലേറ്റബിൾ ആണ് പൊന്മാൻ. അങ്ങനെ രണ്ടും നല്ല ഒരു ഫാമിലി എന്റർടൈനർ ആയിട്ട് തന്നെ ഈ ഒരു വീക്ക് കടന്നു പോകുന്നതാണ് തോന്നുന്നത്. അതെ അതെ. അതുപോലെ തന്നെ ഇതില് രണ്ടിലും പെടാത്തൊരു ജോണറാണ് ദേശക്കാരൻ എന്ന് പറയുന്നത്. ഇന്നലെ റിലീസായി. ഇപ്പൊ നമുക്ക് ട്രഡീഷണൽ ആർട്ട് ഫോംസ് പറയുന്ന സിനിമകൾ നമുക്കറിയാം. ഇപ്പൊ വാനപ്രസ്ഥം, കളിയാട്ടം, അങ്ങനെയുള്ള കുറച്ച് സിനിമകളുണ്ട്. അതൊക്കെ എന്നും എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ അങ്ങനെ നിൽക്കും. അങ്ങനെ തിറയാട്ടം ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ നമ്മുടെ മലയാളത്തിൽ ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. അങ്ങനെ തിറയാട്ടം ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ദേശക്കാരൻ. ആദ്യ സിനിമയാണെന്ന് തോന്നുന്നു. അതെ, അല്ല തിറയാട്ടത്തിന്റെ തിറയാട്ടം പൂർണ്ണമായിട്ട് കാണിക്കുന്ന ഒരു ചിത്രം ഇതാണ് ദേശക്കാരനാണ്. 18ഓളം തിറയാട്ടങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. വ്യത്യസ്തമായുള്ള തിറയാട്ടങ്ങളുണ്ട്. കണ്ണൂർ വടക്കൻ മലബാർ പശ്ചാത്തലമാക്കി വന്ന ഒരു സിനിമയാണ്. കൂടുതൽ അവിടെയുള്ള തെയ്യം തിറയൊക്കെ കളിക്കുന്നത്. നല്ലൊരു കലാമൂല്യമുള്ള സിനിമ എന്നുള്ള രീതിയിൽ എല്ലാ പ്രേക്ഷകർക്കും പറഞ്ഞ പോലെ വാനപ്രസ്ഥം പോലെ അല്ലെങ്കിൽ കളിയാട്ടം പോലെയൊക്കെ ആ രീതിയിൽ കാഴ്ചക്കാരെ സമീപിക്കാൻ പറ്റിയൊരു സിനിമ തന്നെയാണ് ദേശക്കാരൻ. അതിനൊരു സ്റ്റോറി പോകുന്ന ഒരു രീതിയും രസമാണ്. ഒരു PhD സ്കോളർ അതൊരു വടക്കൻ മലബാറിലേക്ക് ആളുടെ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് എത്തുന്നതാണ്. അവിടെ എത്തിക്കഴിയുമ്പോൾ ആ നാട്ടിലുണ്ടാവുന്ന ഇഷ്യൂ, നേരത്തെ അവിടെ ഈ തിറയാട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള പെരുവണ്ണൻ എന്ന് പറയുന്ന
അത് പെരുവണ്ണൻ ആയിക്കൊണ്ടിരുന്ന ആളെ ഈ നാട്ടിലെ ഈ റിച്വൽസും അവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ കാരണം അയാളെ നാട് കടത്തുക. അതിനുശേഷം നാടിനൊരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ഈ ഫാമിലി പെട്ട ഒരാൾ വേണം. അങ്ങനെ ഈ പെരുവണ്ണനായിരുന്ന ആളുടെ മകൻ പെരുവണ്ണനായി വരുന്നതാണ്, അങ്ങനെ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അത് ആ തിറയാട്ടത്തിലൂടെ ഇത് കൺവേ ചെയ്യുന്നത് എനിക്ക് വേറൊരു ആർട്ടും അവിടെ അത്ര ഓക്കെ ആയിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തിറയാട്ടത്തിന്റെ തന്നെ കുറച്ച് ഹിസ്റ്ററിയും സിനിമയിലൂടെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഒബിയസ്ലി നമ്മുടെ കലാരൂപങ്ങളൊക്കെ സിനിമയിൽ വരുമ്പോൾ അതിന് കുറച്ച് കളർഫുൾ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. എൻ്റെ കളറിസ്റ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ ലിജു പ്രഭാകർ അല്ലേ, നല്ല കുറേയധികം നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള ലിജു പ്രഭാകർ തന്നെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് അല്ലേ. അത് നമുക്ക് ആ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കിന് നല്ല കളേഴ്സ് ആണ്. നമുക്ക് എപ്പോഴും കളർഫുൾ ഫ്രെയിംസ് ഭയങ്കര ഇഷ്ടമായിരിക്കും കാണാനായിട്ട്. ഈ തിറയാട്ടം കുറച്ച് നൈറ്റ് ആംബിയൻസിലൊക്കെ ഉള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. നൈറ്റിലെ തിറയാട്ടം ആ കോലം കെട്ടിയിട്ട് തീയുടെ മണ്ടയ്ക്കൂടുള്ള ഓടുന്നതും അതൊക്കെ ഉണ്ട്. അത് വിഷ്വലി നല്ല രസമാണ് കാണാൻ, ഭയങ്കര നല്ല ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് കിട്ടുന്നത്. നേരിട്ട് തിറയാട്ടം കാണാൻ പോയ ഫീല് ചിലപ്പോൾ ഒരു ഏകദേശം ഞാൻ ഇതുവരെ നേരിട്ട് തിറയാട്ടം കണ്ടിട്ടില്ല. തിറയാട്ടം എന്ന് പറയുന്ന ആർട്ട് ഫോമിനെ പറ്റി മാത്രം ഫെമിലിയർ അല്ല. തെയ്യം നമുക്ക് ഫെമിലിയർ ആണ്, പക്ഷെ തെയ്യവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ആർട്ട് ഫോം ആണ്. അപ്പൊ തിറയാട്ടം എന്താണെന്നും എങ്ങനെയായിരിക്കും ഇത് ഈ ഒരു വടക്കൻ മലബാറിലാണ് കൂടുതലുള്ളത്, അവിടെ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ നടക്കുന്നത് എന്നൊക്കെ ഇതിലൂടെ അറിയാനായിട്ട് പറ്റും. ഇപ്പം ഒരു തിയേറ്റർ വാച്ച് തന്നെയാണ്. നമുക്ക് ആർട്ട് ഫോംസ്, മെയിൻലി ട്രഡീഷണൽ ആർട്ട് ഫോംസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും, ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ സിനിമകളും കുറവായതുകൊണ്ട് തിയേറ്ററിൽ നമുക്ക് കിട്ടുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ദേശക്കാരൻ. അതുപോലെ തന്നെ ദേശക്കാരനിൽ ഗൗരി ലക്ഷ്മിയൊക്കെ പാടിയ പാട്ട് അടിപൊളിയാ, നല്ല. പിന്നെ പറഞ്ഞു വരുമ്പോൾ പൊന്മാനിലും അതുപോലെ തന്നെ ഇപ്പൊ ഈ വീക്ക് ഇറങ്ങിയതിൽ പൊന്മാനിലും നല്ല സോങ്ങുകൾ ഇറങ്ങിയിട്ടുണ്ട്. ജസ്റ്റിൻ വർഗീസാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, ചിത്ര ചേച്ചി പാടിയിട്ടുണ്ട്. ഭയങ്കര പക എന്ന് പറഞ്ഞ പാട്ട് ഭയങ്കര ഫീലുള്ള പാട്ടാണ്. അത് ആ തിയേറ്ററിൽ കാണുമ്പോഴാണെങ്കിലും നല്ല ഭയങ്കര ഒരു ഫീലാണ്. അത് ത്രൂ ഔട്ട് ആ സോങ് ഇല്ല, ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നെയാണ്. അതിന്റെ ലിറിക്കൽ ഇറങ്ങിയപ്പോ തൊട്ട് ശ്രദ്ധിച്ചായിരുന്നു. തിയേറ്ററിലും കൂടെ കണ്ടു കഴിഞ്ഞപ്പോ ഇപ്പൊ ആ പാട്ട് ലിറിക്സ് എഴുതിയത് ഭയങ്കര ഒരു അഡിക്ഷൻ ഫീൽ ചെയ്യാണ് ആ പാട്ടിനോട്. ജസ്റ്റിൻ വർഗീസിന്റെ പാട്ടുകൾ നമുക്കറിയാം, ഓരോന്നും ഇങ്ങനെ എല്ലാം അടിപൊളിയെന്ന് പറയാനായിട്ടുള്ള കോമ്പിനേഷൻ. അതെ അതെ, കൊല്ലം പാട്ടും ഭയങ്കര ടൈറ്റിൽ സോങ് ആയിട്ട് വരുന്നു അല്ലേ. കൊല്ലംകാർക്ക് വേണ്ടി അങ്ങനെ പാട്ടൊക്കെ വന്നു. ആ പാട്ടിനും നല്ലൊരു കണ്ടോടാ എന്നൊക്കെ പറയുന്നത് നല്ല റെക്കഗ്നീഷൻ കിട്ടിക്കൊണ്ടിരിക്കുക. അതെ അതെ അതെ, പാട്ട് പോലെ തന്നെ ഫീൽ ചെയ്യുന്ന സ്റ്റോറി ലൈൻ ആയതുകൊണ്ട് നമ്മൾ ആദ്യം മുതൽ തന്നെ എന്താ പറയാ, പൊന്നും പെണ്ണും അല്ലെങ്കിൽ പൊന്മാനും എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് മൈൻഡിൽ വരുന്നത് സ്ത്രീധനം തന്നെ ആയിരിക്കാം. പക്ഷെ അവസാനം കൊണ്ട് പൊന്നായി വന്ന മനുഷ്യനെയാണ് നമ്മൾ അവിടെ കാണുന്നത്, ബേസിൽ ജോസഫിന്റെ ക്യാരക്ടർ അല്ലെ. ഭയങ്കര ഒരു ഫീൽ ഗുഡ് ആയിട്ടാണ് നമുക്ക് ഫീൽ ഗുഡ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ഈ ആഴ്ച ഇറങ്ങിയ 3 സിനിമകൾ, ഇപ്പോൾ പൊന്മാന്, ഒരു ജാതി ജാതകം, ദേശക്കാരൻ, 3 വ്യത്യസ്ത ജോണറുകളിലുള്ള എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് നൽകുന്ന സിനിമകളാണ്. അപ്പം എല്ലാവരും മാക്സിമം ഈ സിനിമകൾ തിയേറ്ററിൽ പോയി തന്നെ എൻജോയ് ചെയ്യുക. കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്സാവുന്നത് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. സോ അപ്പോൾ പൊന്മാൻ, ഒരു ജാതി ജാതകം, ദേശക്കാരൻ, ഈ 3 ഈ ആഴ്ച നിങ്ങൾക്ക് കാണാനുള്ള 3 സിനിമകൾ. ആൻഡ് ഇതിനോടകം സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഞങ്ങളെ അറിയിക്കുക. ബാക്കിയുള്ളവർ തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക. അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.